സൗർ ഗുഹൻ്റെ ഉള്ളിൽ കയറണാട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒളിവിലിരുന്ന ഗുഹയുണ്ടോ സൗർ ഗുഹ. ഇത് അതിലോട്ടുള്ള രണ്ടാമത്തെ വഴിയാണ് കേട്ടോ. അതേമാതിരി സൗറുമലയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ജബലു സൗർ. ഇതിന്റെ മുകളിലാണ് കേട്ടോ സൗർ ഗുഹ ഉള്ളത്. ജബലു സൗർ കയറാൻ ഏറ്റവും ബെസ്റ്റ് ടൈം പറഞ്ഞാൽ പുലർച്ചെ സുബഹിനോട് മുന്നോടിയായ സമയമാണ് കേട്ടോ. കുറേ കയറാണ്ട് കേട്ടോ. ജബലുന്നൂർ പോലെയല്ല ജബലു സൗർ, അതിലേറെ വലിയ മലയാണ്. അപ്പൊ നല്ലോണം കയറാണ്ട്. ഇവിടെ നിന്നില്ലേ നമുക്ക് ശരിക്കും ക്ലോക്ക് ടവർ ഒക്കെ ഇവിടുന്ന് ശരിക്കും കാണാം കേട്ടോ. സൗർമലിന്റെ മുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് അധികം കയറാണ്ട്. നമ്മൾ ഇറാ ഗുഹയ്ക്ക് കയറിയ പോലെ അല്ല കേട്ടോ. കുറച്ച് നല്ല 2-3 മണിക്കൂർ വെച്ച് കയറാണ്ട്. അപ്പൊ ഈ കാണാണ് കേട്ടോ സൗർ ഗുഹ. മല കയറുന്ന വീഡിയോസ് ഒക്കെ ഇരുട്ടായതുകൊണ്ട് തന്നെ ഞാൻ അധികം എടുത്തിട്ടില്ല. ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ സൗർ ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. ചെറിയൊരു ഗ്യാപ്പാണ് ഉള്ളത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ 1-2 ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി കുറേ ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്, മൗലൂദ് പാരായണമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ശരിക്കും നമ്മൾ കുനിഞ്ഞനെ കയറണം കേട്ടോ. നമ്മൾ 4 കാലിൽ കയറാറില്ല, അതേപോലെ കയറണം. പിന്നെ അതിനുള്ളിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു 6 അടി പൊക്കമുള്ളവന് നേർന്ന് നിൽക്കാനുള്ള ഗ്യാപ്പ് ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. സൗർ ഗുഹയ്ക്ക് 2 വഴിയുണ്ട്. ഇതാണ് കേട്ടോ രണ്ടാമത്തെ വഴി. ഈ വഴി പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഈ വ്യൂ ആട്ടോ കിട്ടുക. ഇതാണ് കേട്ടോ സൗർമലൻ്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ ആണ് ഈ കാണേണ്ടത്. ഇത് സൗർ ഗുഹയ്ക്ക് മുന്നിലും ബാക്കിലും 2 വഴികളാണ് ഉള്ളത്. ആ രണ്ടാമത്തെ വഴി പുറത്തേക്ക് ഇറങ്ങിയാലുള്ളതാണ് നമുക്ക് ഈ വ്യൂ കിട്ടുക കേട്ടോ. അതാണ് ഏറ്റവും പീക്ക്. അപ്പൊ സംഭവം നല്ല അടിപൊളി കേട്ടോ. അടുത്ത വ്യൂ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നൊക്കെ ചെയ്തു. ഗുഹന്റെ ഉള്ളിൽ ഫുള്ള് ആളുകളാണ് ഉണ്ടാവുകൊണ്ട് പിന്നെ ഞങ്ങൾ പുറത്തൊന്നും ഇരുന്ന് പിന്നെ ആളൊഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയിട്ട് ഒന്ന് മൗലൂദൊക്കെ ചെല്ലാന്ന് വിചാരിച്ചു. സൗർ ഗുഹന്റെ ചരിത്രം പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലോട്ട് ഹിജ്റ പോയി. മക്കയിലെ ഖുറൈശികളെ ഉപദ്രവം സഹിക്കവയ്യാതെ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടി വന്ന സ്ഥലമാണ് കേട്ടോ സൗർ ഗുഹ. ഒളിവിൽ വന്ന സ്ഥലമാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം അവരിവിടെ രാപ്പാർത്തു. ആ സമയത്ത് ഖുറൈശികൾ ഈ സൗർ ഗുഹയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ചിലന്തിവല കെട്ടി അള്ളാഹു അവരെ സംരക്ഷിക്കുകയും ചെയ്തു. അതേമാതിരി ഒരു പാമ്പിന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം വസ്ത്രം ഉപയോഗിച്ച് ആ പാമ്പിന്റെ പൊത്തടച്ച കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നടന്ന സ്ഥലമാണ് കേട്ടോ. അതൊക്കെ ഞങ്ങളെ മനസ്സിലൂടെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് പോവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മലയാളികൾ ചേർന്ന് മൗലൂദും പാരായണം ചെയ്തിട്ടോ. അൽഹംദുലില്ലാ കുറേ സമയങ്ങൾ സൗർ ഗുഹൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടാ. പിന്നെ അടുത്ത ആളുകൾ ഇത് കണ്ടില്ല, കുറേ ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആണ്. ഓൽക്കും ചാൻസ് കൊടുക്കേണ്ട വെച്ചിട്ടാട്ടോ ഞങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ അവിടുന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ തുടങ്ങിട്ടോ. ഇറങ്ങേണ്ടാണ് അടിപൊളി വ്യൂ ആണ് മക്കളെ. ഇത് അടിപൊളി ഒരു ട്രക്കിംഗ് സ്പോട്ടായിട്ട് നിങ്ങൾക്ക് വരാം കേട്ടോ. അത്രയും അടിപൊളി ട്രക്കിംഗ് ആണ്. കുറേ ഇറങ്ങാനുണ്ട് കേട്ടോ. പിന്നെ കയറി അത്ര സ്ട്രെയിൻ ഇറങ്ങാനില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇടയിൽ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവരടുത്ത് നമുക്ക് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങാം. കച്ചവടക്കാർ സാധനം കേട്ടിട്ടുണ്ട് കഴുതപ്പുറത്തായിട്ട്. ഞങ്ങൾ കുറച്ച് കുടിവെള്ളവും പഴമൊക്കെ വാങ്ങി.